കേരളം ജയിക്കും, UDF നയിക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10 മണി ലോകത്തിനേറെ നിർണായകമാണ്. മുന്നറിയിപ്പ് നൽകി ഇറാൻ ലോക ടെക് ഭീമന്മാരെ ആക്രമിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആക്രമിച്ചാൽ ഈ യുദ്ധം ഫുൾ സ്കെയിലിലേക്ക് മാറുമോ? ആപ്പിളും ഗൂഗിളും ടെസ്ലയും അടക്കം ധാരാളം കമ്പനികൾ ആക്രമിക്കപ്പെടുമത്രേ. അമേരിക്കൻ ഇസ്രയേൽ അധീനതയിലുള്ള ടെക് ഭീമൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ആസ്ഥാനങ്ങൾ ആക്രമിക്കും എന്ന മുന്നറിയിപ്പോടെ ഇറാൻ അമേരിക്കക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കരയാക്രമണത്തിനായി ആയിരക്കണക്കിന് സൈന്യങ്ങളും പുതിയ യുദ്ധക്കപ്പലുകളും രംഗപ്രവേശനം ചെയ്യാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ യുദ്ധം കൂടുതൽ സാമ്പത്തിക മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും എന്ന ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. US ടെക് ഭീമന്മാരായ ആപ്പിൾ, മെറ്റ, ഗൂഗിൾ, HP, IBM, ഇന്റൽ, ടെസ്ല, എൻവിഡ, ഒറാക്കിൾ, JP മോർഗൻ, ബോയിങ്, സിസ്കോ തുടങ്ങിയ കമ്പനികളെയാണ് ആക്രമിക്കുക എന്നും ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചാൽ ഈ സ്ഥാപനങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവുകളിൽ നിന്നും ആളുകൾ മാറണം എന്നുമാണ് ഇറാൻ സേനാ വിഭാഗമായ IRGC വ്യക്തമാക്കിയത്. ഇറാനെതിരായ യുദ്ധത്തിന് സാങ്കേതികമായി ഉൾപ്പെടെ സഹായം നൽകുന്നത് ഈ കമ്പനികളാണ് എന്നാണ് IRGCയുടെ ആരോപണം. ഇതിൽ പ്രമുഖ കമ്പനികളുടെ ആസ്ഥാനങ്ങളെല്ലാം അമേരിക്ക ബേസ് ചെയ്താണെങ്കിലും സുപ്രധാന സ്ഥാപനങ്ങളും ഓഫീസുകളും സർവീസ് സെന്ററുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം നിലനിൽക്കുന്നത് വ്യാവസായിക വാണിജ്യ നഗരമായ ദുബായിലും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്നുകൊണ്ടാണ്. ആപ്പിൾ കമ്പനിയുടെ സുപ്രധാന ഓഫീസ് ദുബായിലുണ്ട്. അബുദാബിയിൽ റീറ്റെയിൽ ആൻഡ് കോർപ്പറേറ്റ് ഓഫീസും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗൂഗിളിൻ്റെത് പ്രധാന ഓഫീസ് കാലിഫോർണിയയിലാണെങ്കിലും മറ്റ് ഓഫീസുകൾ ദുബായ്, ടെല്ലവീവ്, ദോഹ തുടങ്ങിയ ഇടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെറ്റയുടേത് സുപ്രധാന ഓഫീസ് കാലിഫോർണിയയിലാണെങ്കിലും ദുബായിലെ ഇന്റർനെറ്റ് സിറ്റിയിലാണ് രണ്ടാമത്തെ സുപ്രധാന ഓഫീസ് ഉള്ളത്. ടെസ്ല ടെക്സസ് കഴിഞ്ഞാൽ പിന്നെ അബുദാബിയാണ് പ്രധാന ഓഫീസ്. അബുദാബിയിൽ സർവീസ് സെന്ററുകൾ വേറെയുമുണ്ട്. എൻവിഡ കാലിഫോർണിയ കഴിഞ്ഞാൽ ഇസ്രയേലിലാണ് സുപ്രധാന ഓഫീസ്, അഥവാ സ്ഥാപനത്തിൻ്റെ സുപ്രധാന AI റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് എന്ന്. മറ്റൊന്ന് ബോയിങ് കമ്പനിയാണ്. വെർജീനിയ കഴിഞ്ഞാൽ ഓഫീസ് വരുന്നത് റിയാദിലും ദുബായിലും ദോഹയിലുമാണ്. JP മോർഗൻ ന്യൂയോർക്ക് സിറ്റി കഴിഞ്ഞാൽ സുപ്രധാന ഓഫീസ് ദുബായിലും റിയാദിലുമാണ്. ഇതിൽ റിയാദ് ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. ഇന്റൽ കാലിഫോർണിയ കഴിഞ്ഞാൽ ഇസ്രയേലിലാണ് ഓഫീസ്. അതും വലിയ നിർമ്മാണ യൂണിറ്റുകൾ തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഒറാക്കിൾ കമ്പനി. ഓസ്റ്റിൻ, ടെക്സാസ് എന്നിവ കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ റിയാദ്, അബുദാബി തുടങ്ങിയവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ അബുദാബി ഡാറ്റാ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയിൽ പോയി മിസൈൽ വർഷിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ആഘാതമായിരിക്കും അമേരിക്കക്കുണ്ടാക്കുക എന്നതാണ്. കാരണം അമേരിക്ക ആയുധം കൊണ്ടല്ല ലോകത്ത് മേനി നടിക്കുന്നത്, സമ്പദ് വ്യവസ്ഥ കൊണ്ടും ഡോളർ എന്ന അപ്രമാദിത്യം കൊണ്ടുമാണ്. ഇത്തരം കമ്പനികളാണ് എക്കാലത്തും അമേരിക്കയെ ഇതിനായി താങ്ങി നിർത്തുന്നത്. മാത്രവുമല്ല, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ അഥവാ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയുടെ സെർവറുകളോ ഓഫീസുകളോ ഒക്കെ ആക്രമിക്കപ്പെട്ടാൽ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ തന്നെ അത് ബാധിക്കും. നേരിട്ടുള്ള ആക്രമണത്തിന് പുറമെ ഈ കമ്പനികളുടെ ഡാറ്റാ സെന്ററുകൾക്ക് നേരെ ഇറാൻ സൈബർ ആക്രമണം നടത്തിയാൽ പോലും വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും ഒക്കെ ചോരുവാനുള്ള സാധ്യതയുമുണ്ട്. ഇറാൻ നേരിട്ട് അമേരിക്കയിലേക്ക് കുറച്ച് മിസൈലുകൾ അയക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവ കാലിഫോർണിയയിലും ന്യൂയോർക്ക് സിറ്റിയിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പതിച്ചു എന്നും നമ്മൾ കരുതുക. സെപ്റ്റംബർ 11 ആക്രമണത്തെ പോലെ ഏതെങ്കിലും കുറച്ചധികം കെട്ടിടങ്ങൾ തകർന്നു വീണാൽ അമേരിക്കയെ അത് ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. അതൊരു സുരക്ഷാ വീഴ്ചയായിട്ട് വേണമെങ്കിൽ അവർ വിലയിരുത്തും. അതിനപ്പുറത്തേക്ക് അവരുടെ സാമ്പത്തിക മേഖലയെ അത് ബാധിക്കാൻ പോകുന്നില്ല. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് വ്യാപ്തി ഉണ്ടാകും മിഡിൽ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരം കമ്പനികളുടെ ആസ്ഥാനങ്ങളെ ഇറാൻ ആക്രമിച്ചാൽ എന്നതാണ്. നേരത്തെ ഒരു സൈബർ ആക്രമണം നടന്ന സമയത്താണ് ബാംഗ്ലൂരിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കമ്പനി ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയുടെ മുകളിൽ ആ കമ്പനി അടച്ചിടേണ്ടി വന്നു സൈബർ ആക്രമണം കൊണ്ട് എന്ന് നമ്മൾക്കെല്ലാം മനസ്സിലായതാണ്. അങ്ങനെ ഈ ഒരാഴ്ച അത്തരമൊരു കമ്പനി അടച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും
കോടിക്കണക്കിന് ഡോളറുകളുടെ കച്ചവടം അവിടെ അവസാനിക്കുകയും അനിശ്ചിതത്വത്തിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ കോർപ്പറേറ്റ് ഭീമൻ കമ്പനികളെ ആക്രമിക്കപ്പെടുകയോ ഓഫീസുകൾ ഒരു ദിവസം പ്രവർത്തിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതേ അവസ്ഥ 10 മടങ്ങായിട്ട് വർദ്ധിക്കുമെന്ന് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ അമേരിക്കയുടെ മൂല്യം ഇടിയുന്നതിനത് കാരണമാവുകയും ചെയ്യും എന്നതും നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ദുബായ്, അബുദാബി, റിയാദ്, ദോഹ എന്നിവിടങ്ങളിലെ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികളുടെ ഓഫീസുകൾ ഇന്നു മുതൽ തന്നെ ഇതേ തുടർന്ന് ഭാഗികമായിട്ട് അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ്. ഇറാന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. നേരത്തെ അവിടെയുള്ള ആളുകളൊക്കെ പോകണം എന്നാണ്. ഇനി ആക്രമണത്തിന്റെ തൊട്ട് മുന്നേ വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പുകൾ. ഇറാൻ പറഞ്ഞുകൊണ്ടാണ് ആക്രമിക്കുന്നത്. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ സൂചന നൽകിക്കൊണ്ടാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വലിയ ജീവഹാനി ആളുകൾക്ക് സംഭവിക്കാതെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കമ്പനികളെല്ലാം ഇപ്പോൾ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം ആയി വീട്ടിൽ നിന്ന് ജോലി ചെയ്യുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ഓഫീസുകളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ജീവനക്കാരോടും പൊതുജനങ്ങളോടും മാറി താമസിക്കുവാനും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോവാനുമാണ് കമ്പനികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാൻ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് പലരും ഇതേ തുടർന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ആമസോണിൻ്റെ ക്ലൗഡ് സർവീസുകൾ അഥവാ AWS നേരെ ഒരു ഡ്രോൺ ആക്രമണം, നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് UAE-ലും ബഹ്റൈനിലും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സങ്ങൾ നേരിട്ടിരുന്നു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ഇറാന്റെ അന്ത്യശാസന പ്രകാരം ഇന്ന് രാത്രി ടെഹ്റാൻ സമയം 8 മണിക്ക് അഥവാ ഇന്ത്യൻ സമയം 10 മണിക്ക് ആക്രമണം തുടങ്ങും എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ദുബായ്, അബുദാബി, റിയാദ്, ടെല്ലവീവ് എന്നിവിടങ്ങളിലെ പല അമേരിക്കൻ കമ്പനികളും തങ്ങളുടെ ഓഫീസുകളെല്ലാം അടച്ചു. നിർണായകമായ ജാഗ്രതയ്ക്കുള്ള ഇടപെടലുകൾ അവിടെ സൈന്യവും സർക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കമ്പനികൾ ആക്രമിക്കപ്പെട്ടാൽ യുദ്ധം ഫുൾ സ്കെയിലിലേക്ക് മാറും എന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആ ഭീഷണി വേണ്ടതും എന്തും നേരിടാൻ സജ്ജമായി US സൈന്യം മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് US ഇറാന്റെ ഈ ഒരു പ്രഖ്യാപനത്തിനോട് തിരിച്ചടി നൽകിക്കൊണ്ട് പറയുന്നത്. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ് അടച്ചതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അമേരിക്ക സമ്മർദ്ദം ഇറാനുമേൽ ശക്തമാക്കുന്നത്. ഹോർമുസ് തുറക്കണമെന്നും അല്ലെങ്കിൽ കരയാക്രമണം വേണ്ടിവരും എന്നാണ് അമേരിക്കയുടെ ഭീഷണി. എന്നാൽ ഹോർമുസ് ഒരു അന്താരാഷ്ട്ര ജലപാതയല്ലെന്നും ഇത് ഇറാന്റെയും ഒമാനിൻ്റെയും ഇടയിലുള്ള ഒരു ഇടം മാത്രമാണെന്നും അതിൻ്റെ അവകാശം തങ്ങൾക്ക് പൂർണ്ണമായും അനുവദിച്ചു കിട്ടണം എന്നുമാണ് ഇറാൻ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്ക കൂടുതൽ ആക്രമണം നടത്തിയാൽ ചെങ്കടലിലെ ബാബൽ മന്ദബ് ഇറാന്റെ മിലീഷ്യയായ ഹൂത്തികളും പിടിച്ചടക്കും. അങ്ങനെ വന്നാൽ ഈ ഹോർമുസ് അടച്ചതിൻ്റെ പരിക്ക് തൽക്കാലം ഈ ബാബൽ മന്ദബിലൂടെ കപ്പലുകൾ കടത്തിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ചാൽ അവിടെ ഹൂത്തികളുണ്ട്. ഹൂത്തികൾ നേരത്തെ തന്നെ ധാരാളം കപ്പലുകൾ ആക്രമിച്ചിരുന്നു. ഈ ഹൂത്തികൾ നിലവിൽ ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഇറങ്ങുന്നത് ഏകദേശം 1-2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടാണ് അവർ ഈ ഒരു യുദ്ധത്തിൽ പങ്കാളിയായത്. നേരത്തെ ഇസ്രയേലുമായുള്ള 12 ദിന യുദ്ധത്തിൽ ഇറാനെ സഹായിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ നിരന്തരമായി ആക്രമിക്കുകയും പിടിച്ചടക്കുകയും മുക്കിക്കളയുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഈ ബാബൽ മന്ദബ് വഴിയും ഹൂത്തികളുടെ യമൻ വഴിയും ഒക്കെയുള്ള അല്ലെങ്കിൽ ചെങ്കടലിലൊക്കെ നമ്മൾ നിരന്തരം കണ്ടിരുന്നു. ഇവിടെ ഹൂത്തികൾ കൂടി ആക്രമണം ശക്തമാക്കിയാൽ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള ചരക്ക് നീക്കങ്ങളെ അത് സാരമായിട്ട് ബാധിക്കും. നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും 90, 100, 120 ഒക്കെയായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ആ 150-ലേക്കൊക്കെ ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും കേരളത്തിലും അടക്കം നമ്മുടെ വീടുകളിലടക്കം നമ്മൾ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും എന്നതും നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആക്രമണത്തിനോ കരയാക്രമണത്തിനോ അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ആ പ്രയോഗം മുന്നോട്ട് വെക്കും.
അത് അന്താരാഷ്ട്ര മേഖലകളെ ഒന്നാകെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന് മുതിരുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ധാരാളം എണ്ണക്കപ്പലുകൾ ഇടങ്ങളിലുമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുവൈത്തിന്റെ ഒരു കൂറ്റൻ കപ്പലിന് ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശത്തിൽ മിക്കവയും തള്ളിയ ഇറാൻ പുതിയ 5 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് അമേരിക്കക്കും സ്വീകാര്യമല്ല. അവ സ്വീകരിച്ചാൽ ഇറാന് മുൻപിൽ അമേരിക്കയുടെ പതനമാകും പിന്നീട് സംഭവിക്കുക. അത് ഇറാന് മുമ്പിലുള്ള പതനമായിരിക്കില്ല, ലോക മേധാവിത്വം അമേരിക്കയിൽ നിന്ന് എടുക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് മാറ്റമായിരിക്കും. അത് ഇപ്പോൾ തന്നെ ഈ സന്ദർഭങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം നോക്കി കാണുന്നുണ്ട് റഷ്യയും ചൈനയും. ഈ 2 രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ബദ്ധശത്രുവാണ് ചൈന. സാമ്പത്തികമായി അമേരിക്കയെ മറികടക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രമാണ് ചൈന. ഈ ചൈന ഈ അവസരം കാത്തിരുന്ന് ലോക മേധാവിത്വത്തിലേക്ക് വരും എന്നതാണ്. എന്നാൽ തങ്ങൾ കൂടുതൽ കാലം ഇറാനിൽ നിൽക്കില്ല എന്നും നിശ്ചിത സ്ഥലങ്ങൾ ആക്രമിച്ച് ഇറാനെ ദുർബലപ്പെടുത്തി മടങ്ങുക മാത്രമാണ് ചെയ്യുക എന്നുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ വാദം. എന്നാൽ ഇതൊന്നും ഇറാനെ പിന്തിരിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇറാൻ തന്നെ പറയുന്നു, പരസ്പര ബഹുമാനവും വിശ്വാസ്യതയുമാണ് ആദ്യം വേണ്ടത്. ഒരു ഭാഗത്ത് നിങ്ങൾ ആക്രമണം നടത്തുന്നു, മറുഭാഗത്ത് ചർച്ച നടത്തുന്നു. അമേരിക്ക ഇനി എങ്ങനെയാണ് ഇറാൻ വിശ്വസിക്കേണ്ടത്? ഇത് 2 തവണ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇനി എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എന്നാണ് അബ്ബാസ് അറാച്ചി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റ് മെഹ്മൂദ് പെഷസ്കിയാൻ നിരന്തരമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന് ഇറാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ച നടത്താൻ സന്നദ്ധമായി മുന്നോട്ട് വന്ന പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമത്തെ പോലും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുകൂടി അമേരിക്കയോട് ഇറാൻ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ചർച്ച എന്ന ഒരു അധ്യായം കൂടി അവിടെ അടയുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ 3 രാഷ്ട്രങ്ങളുടെ തലവന്മാർ കൂടിച്ചേർന്നുകൊണ്ട് ഒരു പദ്ധതി UAEയുടെയും സൗദിയുടെയും പാകിസ്ഥാന്റെയും ഒപ്പം തന്നെ തുർക്കിയുടെയും ഒക്കെ ആളുകൾ ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ചർച്ച ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ആ ചർച്ചയെ പൊളിച്ചു കളയുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമണോത്സുകമായി മുന്നിൽ നിൽക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആക്രമണം കൊണ്ട് കീഴടക്കുക എന്നത് ഞങ്ങൾക്ക് അത് ബാധകമല്ല, നിങ്ങൾ കരയാക്രമണത്തിനാണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് ഇറാൻ കാത്തിരിക്കുന്നു. അതിനിടെയാണ് ഇറാന്റെ ടെക് ഭീമന്മാർക്കെതിരെ ആക്രമണം എന്ന മുന്നറിയിപ്പ് കൂടി വരുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ലോക കുത്തകക്കുള്ള മൂക്കുകയറിടൽ കൂടിയാകും ഇവിടെ സംഭവിക്കുക. അമേരിക്ക ആയുധമെടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഇറാൻ സാമ്പത്തിക യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് അമേരിക്ക ഒട്ടും നനച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ പീറ്റ് ഹെക്സത്ത് പോലെയുള്ള അമേരിക്കയുടെ ഉന്നതന്മാർ ഇറാന്റെ ഓരോ വാദങ്ങൾക്ക് മുൻപിലും ചൂളിപ്പോകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് 10 വർഷം, ഇപ്പോഴും കാത്തിരിപ്പ് തന്നെ. ഇനി വേണ്ട കാത്തിരിപ്പ്. കണക്ക് ചോദിക്കാൻ സമയമായി. കേരളം ജയിക്കും, UDF നയിക്കും.